പശ്ചിമേഷ്യയെ വീണ്ടും ഭീതിയിലാഴ്ത്തി നിർണായക നീക്കങ്ങളാണ് ഇറാനും അമേരിക്കയും ഇപ്പോൾ ഇസ്രയേലും നടത്തുന്നത്. അതായത് ഒരു ഭാഗത്ത് യുദ്ധം തുടരുമെന്ന് പറഞ്ഞ അമേരിക്ക പതിയെ പതിയെ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ഇസ്രയേൽ രംഗത്ത് വരികയാണ്. ഇസ്രയേലിന്റെ വെല്ലുവിളി വലിയ രീതിയിൽ തന്നെ നടക്കുമ്പോൾ അതിന്റെ മറുഭാഗത്തായിട്ട് ഇറാൻ തന്റെ തീരുമാനങ്ങളും നിർണായക നീക്കങ്ങളും നടത്തുകയാണ്. വേറൊന്നുമല്ല, ഹൂത്തികളെ സമീപിച്ച് അവരുമായിട്ട് ചർച്ച നടത്തുക, അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുക, അത്തരം നീക്കങ്ങളിലേക്ക് പോവുക. ഇത്തരം ചർച്ചകളും അല്ലെങ്കിൽ നിർണായക നീക്കങ്ങളും ഇസ്രയേലും ഈ പറയുന്ന ഇറാനും നടത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം ഉടനെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? രേഷ്മ, തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നിർണായകമായൊരു ഇടപെടലാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിങ്ടണിലേക്ക് പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു. കണ്ടിട്ട് പറയുകയാണ്, ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഇറാനുമായി ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാൻ്റെ തകർച്ച കാണണം. രണ്ട്, യുദ്ധം ഇങ്ങനെ നിലനിന്നെങ്കിൽ മാത്രമേ, ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എപ്പോഴും യുദ്ധഭൂമിയിൽ ലൈവായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് മാറി മാറി പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇസ്രായേൽ ഒരു യുദ്ധത്തിലാണെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ലെബനനിൽ പോയിട്ട് രാസായുധം പ്രയോഗിച്ചു. അതുപോലെ ഹമാസിൻ്റെ ആളുകളെ കൊല്ലാനാണെന്ന് പറഞ്ഞിട്ട് ഗസയിൽ ഏതാണ്ട് 10-40 പേരെ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നു. അപ്പോൾ യുദ്ധം ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ, ഇസ്രായേലിൻ്റെ സുപ്രീം കോടതിയിൽ നെതന്യാഹുവിനെതിരായിട്ടുള്ള കേസ് പരിഗണിക്കുന്ന സമയത്ത് നെതന്യാഹുവിൻ്റെ അഭിഭാഷകൻ പറയുന്നത് രാജ്യം യുദ്ധഭീതിയിലാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെതന്യാഹു അതുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്, അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല എന്ന നിലയിലേക്ക് നെതന്യാഹു കോടതിയിൽ നിലപാടെടുക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ നീട്ടിക്കൊണ്ടു പോകാനും തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനും ഒക്കെ നെതന്യാഹുവിന് ഈ യുദ്ധമുണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളൊരു വശമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നെതന്യാഹു എപ്പോഴും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ വിഷയത്തിൽ ഒരു സിറ്റിംഗ് കഴിഞ്ഞു. അതൊരു പരോക്ഷ ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ഒരു അനുഭാവപൂർണമായ തീരുമാനം ഇറാന് അനുകൂലമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ലോകം തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. കാരണം അമേരിക്കയുടെ ആവശ്യങ്ങളൊന്നും ഇറാൻ അംഗീകരിച്ചില്ല. ഇറാൻ തങ്ങൾ പറയുന്നിടത്തേക്ക് അമേരിക്ക വരണമെന്ന നിലപാടിൽ നിന്നു. അപ്പോൾ അത് തള്ളുകയായിരുന്നുവെങ്കിൽ അമേരിക്ക ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകില്ലായിരുന്നു, യുദ്ധത്തിലേക്ക് പോയേനെ. പക്ഷേ അമേരിക്ക ഇറാൻ്റെ വാദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യുദ്ധഭീതി ഒഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ച കൂടി കഴിഞ്ഞാലേ യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ പൊടുന്നനെയാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ കയറി ഇടപെടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇറാനും അമേരിക്കയും കൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കും. അതൊരു യുദ്ധമായി തന്നെ മാറും. അമേരിക്ക ഇറാനെ ആക്രമിച്ചില്ലെങ്കിലും ഞങ്ങൾ ആക്രമിക്കുമെന്ന നിലയിലേക്ക് ഇസ്രായേൽ വെല്ലുവിളിച്ചു. ഇതോടുകൂടി ഇറാൻ അതേ നാണയത്തിൽ പണി കൊടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച നടക്കുന്ന അതേ മൊമെൻറ്റിൽ ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു. അതായത് ഇപ്പോൾ ഹിസ്ബുള്ളയുമായിട്ടാണ് ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. ഹൂത്തികളുമായിട്ടാണ് ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ അറബ് രാജ്യങ്ങളുമായിട്ടും ഇറാൻ നിർണായകമായ ചർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിന്ന് അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേൽ കൊടുക്കുന്ന സമ്മർദ്ദത്തിന് വിരുദ്ധമായൊരു സമ്മർദ്ദം തിരിച്ചു കിട്ടി യുദ്ധ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നൊരു കാര്യം. ഇത് അതുപോലെ തന്നെ ഇപ്പം ഒരു നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ, അതായത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ടും അതിനെ നിർത്തലാക്കാനൊന്നും ഇതുവരെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ അമേരിക്കയോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നാളെ ഒരു കരാറിൽ ഒപ്പിടുന്ന സമയത്ത് അതായത് കടുത്ത നിബന്ധനകൾ നിങ്ങൾ ഏർപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഉപരോധങ്ങൾ അല്ലെങ്കിൽ ഈ ഇറാനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള നീക്കങ്ങൾ ആദ്യം തൊട്ടേ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലേ? ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാവുക എന്ന് തന്നെയാണ്. യുദ്ധം വേണം, അതാണ് ഇസ്രായേൽ നീങ്ങുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ യുദ്ധ പ്രഖ്യാപനങ്ങൾക്ക് മുന്നിൽ എന്തായാലും ഇറാൻ പേടിച്ചിട്ടില്ല. അടുത്ത അടി ഇസ്രായേലിലേക്ക് തന്നെയായിരിക്കുമെന്ന് ഇറാൻ ഉറപ്പിക്കുകയാണ്. അതിന് ഹൂത്തികളുടെ സഹായം തേടിയിട്ടുണ്ട്, അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിൽ, അതായത് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു ഇറാന് നേരെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ്.
ആ തിരിച്ചടി എങ്ങനെ വേണമെന്നാണ് ഇപ്പോൾ ഹൂത്തികളുമായിട്ട് ആലോചിക്കുന്നത്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെന്തും ചെയ്യാൻ മടിക്കാത്തൊരു സംഘമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരും പാരലായിട്ട് യുദ്ധത്തിനിറങ്ങും. ഈ ലോകത്ത് പല രാജ്യങ്ങളിലും ഇറാൻ്റെ പ്രോക്സി നെറ്റ്വർക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ എന്നൊക്കെ പറയുന്നതല്ലാതെ ഇഷ്ടം പോലെ പ്രോക്സി നെറ്റ്വർക്കുകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധ നീക്കമുണ്ടായാൽ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ചകളുടെ ഒരു ഗൗരവതരമായ അവസ്ഥ എന്ന് പറയുന്നത് യുദ്ധമുണ്ടാകുമെന്ന ഭീതിയാണ്. നോക്കുക, ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകൾ ഇറാന് നേരെ അയക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. ഇസ്രായേലിന് എപ്പോഴും അവരുടെ കൈവശമുള്ളത് ഈ ഫൈറ്റർ ജെറ്റുകളാണ്. അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റുകൾ വ്യാപകമായിട്ട് ഇറാൻ്റെ ആകാശത്തേക്ക് വരുന്നു, തുടർച്ചയായ സ്ഫോടനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ചിലപ്പോൾ സഹായത്തിനുണ്ടാകും, അവയും ആക്രമണത്തിന് വരുന്നു. അതേസമയം തന്നെ നാവികസേന, ഈ അമേരിക്കയുടെ നാവികസേന ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ ഇറാന് തകർക്കുക, അതായത് ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഭരണസിരാ കേന്ദ്രങ്ങൾ, ഇതൊക്കെ അവസാനിപ്പിക്കുക എന്ന നിലയിലേക്കുള്ള ഒരു വലിയ പ്ലാനാണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത്. അത് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്ലാനാണ്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പല വിവരങ്ങളും പണ്ട് പുറത്തു വന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അമേരിക്കയും ഈ രീതിയിൽ നീങ്ങുമ്പോൾ ഇറാന് ആക്രമണം ഏൽക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അത് വളരെ കൂടുതലാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ ഇസ്രായേലിനെ മുച്ചൂടും മുടിക്കുക, അതായത് ഇസ്രായേലിനെ ഒന്നുമല്ലാത്ത രീതിയിൽ തകർക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തുന്നതിലൂടെ തെളിയുന്നത്. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് ഞങ്ങളെ ആക്രമിക്കാൻ താവളം കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഒരു കാരണവശാലും ഞങ്ങൾ തിരിച്ചടിക്കാതിരിക്കില്ല, ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഏത് അറബ് രാജ്യമായാലും അമേരിക്ക നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇതാണ് ഇറാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദവും. അപ്പോൾ അറബ് രാജ്യങ്ങൾ നേരെ അമേരിക്കയെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ നോക്കും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ ശക്തമായി തന്നെ, അത് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിനെ തങ്ങളുടെ റഡാറിനുള്ളിലാക്കിക്കൊണ്ട് ഇറാൻ സമാനതകളില്ലാത്ത വിധത്തിൽ ഈ ഇസ്രായേലിന് പ്രത്യാക്രമണം നടത്താനായിരിക്കും സാധ്യത. അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ തകർന്നടിയുന്ന കാഴ്ച ലോകം കാണേണ്ടി വരും. കാരണം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പര്യാപ്തമല്ല ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തിരിച്ചടിക്കാനെന്ന് നേരത്തെ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട്. എന്ന് മാത്രമല്ല, നീണ്ടകാലത്തോളം തുടർച്ചയായി 100 കണക്കിന് മിസൈലുകൾ അയച്ചാൽ അതിനെ എല്ലാത്തിനെയും ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശേഷിയില്ല. അത് ഒരിക്കലും പ്രാവർത്തികവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് വീഴും. അത് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ യുദ്ധ കാഹളം മുഴക്കി തിരിച്ച് പണി മേടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഇപ്പം നിലവില് അമേരിക്കയുടെ ഒരു യുദ്ധവാഹിനി കപ്പലും കൂടി അടുക്കുകയാണ്. ഇപ്പൊ പശ്ചിമേഷ്യ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആകെ ഭീതിയിലാണ് പശ്ചിമേഷ്യ. അത് ഈ അറബ് രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭീതിയിൽ കഴിയുന്നത്. ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ യുദ്ധമുണ്ടായാൽ അത്ര രസമൊന്നും ഉണ്ടാവില്ല. ഈ നമ്മൾ കിടന്ന് ഇറാൻ്റെ ഭരണം വീഴും, ഖമേനി താഴെ പോവും, അമേരിക്ക ഇല്ലാണ്ടാവും, ഇസ്രായേൽ ചാരമാകും, ഒക്കെ സംഭവം ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രത്യാക്രമണങ്ങളുണ്ടാവും, എല്ലാവർക്കും നാശനഷ്ടങ്ങളുണ്ടാവും. പക്ഷേ ഇതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന സകല രാജ്യങ്ങൾക്കും, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയാകും. ഈ പ്രവാസികളൊക്കെ കൂട്ടത്തോടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സ്വർണ്ണവില കുതിച്ചു വരും, ഇന്ധനവില കുതിച്ചു വരും. പല രാജ്യങ്ങളും അവരുടെ ഉൽപ്പാദനം നടക്കാത്ത സാഹചര്യം വരും, വ്യാവസായിക മാന്ദ്യമുണ്ടാകും, എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാധിക്കും. ഭക്ഷ്യക്ഷാമം പോലും ഉണ്ടാകും. വിമാനങ്ങളൊന്നും തന്നെ പറക്കാൻ കഴിയാത്ത സാഹചര്യം വരും. കാർഗോകൾ നിലയ്ക്കും.
സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിലെ കടലുകൾ, ഈ ഹോർമൂസ് കടലെടുക്ക്, ചെങ്കടൽ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഇറാൻ്റെയും ഹൂത്തികളുടെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരൊറ്റ ചരക്ക് കപ്പൽ പോലും കൈമാറാൻ സാധിക്കാത്ത വരും. അപ്പോൾ എണ്ണക്ഷാമം രൂക്ഷമാവും, എണ്ണവില കുതിച്ചുയരും, ഭക്ഷ്യക്ഷാമം ഉണ്ടാവും, വിലക്കയറ്റം രൂക്ഷമാകും. ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രവാസികൾ തിരിച്ചു വരേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങളെ എല്ലാം ബാധിക്കും. ഖത്തർ, കുവൈറ്റ്, സൗദി, UAE, ഒമാൻ തുടങ്ങി 8 രാജ്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലൈവായിട്ട് ഇറാന് നേരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ ആ രാജ്യങ്ങളിലേക്ക് തിരിച്ചടിക്കും. ഇനി അമേരിക്കയുടെ സൈനിക ബേസുകൾ അല്ലാതെ അമേരിക്ക കടലിൽ നിന്നാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതെങ്കിലും ആ കാരണം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇറാന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഗൾഫ് മേഖലയിൽ ഒന്നാകെ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്യും? അവിടെ സംഘർഷമാണെങ്കിൽ ഇന്ത്യയിലേക്ക് ആക്രമണമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാകുമ്പോൾ നമ്മുടെ പൗരന്മാരെ നമ്മൾ തിരിച്ചെത്തിക്കും. അത്രയധികം പ്രവാസികളെ തിരിച്ചു വന്നുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കും. അവർ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്, പഴയതുപോലെ ആകാനായിട്ട് എത്ര സമയം എടുക്കും? അപ്പോൾ യുദ്ധമെന്ന് പറയുന്ന ഒന്നിനും ഒരു പരിഹാരമൊന്നുമല്ല. യുദ്ധം ചെയ്യാതിരിക്കുക, യുദ്ധം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ സമാധാനപരമായിട്ട് പോവാണ് എല്ലാവരും. അതിനിടയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ നശിച്ച അവന്മാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചൊറിഞ്ഞു കയറിയിട്ട് അമേരിക്കയ്ക്ക് പോവാണ് ഇറാനെ അടിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇമാതിരി വൃത്തികെട്ട പരിപാടികൾ കാണിച്ച് ഈ ലോകത്തെ മുഴുവൻ ഭീതിയിലേക്ക് തള്ളിവിട്ട് പശ്ചിമേഷ്യയുടെ സമാധാനവും കളഞ്ഞ് യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്ന ഇതുപോലുള്ള എന്താ പറയുക, നരാധമന്മാരായിട്ടുള്ള, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഇത്രയും നശിച്ച ഭരണാധികാരികളെയൊക്കെ തിരിച്ചറിയുക ജനങ്ങൾ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കുറേ ആളുകൾ നെതന്യാഹു രാജാവാണ്, ഇസ്രായേൽ ഭൂലോകത്ത് നമ്പർ 1 ആണെന്നൊക്കെ പറയുമ്പോൾ ഇവർ ഈ ലോകത്തിനുണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ, ഈ ലോകത്തിനുണ്ടാക്കുന്ന ഭീഷണികൾ, ഗസയിലെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നും മതിയാവാഞ്ഞിട്ട് ഉമ്മാരിപ്പോൾ പശ്ചിമേഷ്യ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മനസമാധാനമായിട്ട് പോകുന്ന ഒരു സമൂഹമാണ്. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വലിയ തോതിലുള്ള പൈശാചികതകളും ക്രൂരതകളും നടത്തുക, യുദ്ധത്തിലൂടെ ആനന്ദം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന നെറികെട്ട മാനസികാവസ്ഥയിലേക്ക് ഇസ്രായേലൊക്കെ നീങ്ങുകയാണ്. അല്ലെങ്കിൽ സമാധാനപരമായി അവസാനിക്കേണ്ട ഒരു പ്രശ്നത്തെ വീണ്ടും വീണ്ടും വഷളാക്കി അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പശ്ചിമേഷ്യയെ എമ്പാടും യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന, ഭീതിയിലേക്ക് തള്ളിവിടുന്ന ഒരു വല്ലാത്ത മോശം അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ചെന്ന് കയറിക്കൊടുത്താൽ ഇറാൻ അടിച്ച് നശിപ്പിച്ച് കളയും ഇസ്രായേലിനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ യുദ്ധക്കൊതിയന്മാർ ഒടുവിൽ യുദ്ധത്തിലൂടെ തന്നെ ഒടുങ്ങുമോ എന്നുള്ള കാഴ്ച നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.